അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ കടന്നോട്ടെ. അപ്പോൾ ഇന്ന് വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കമൻറ്റിനുള്ള റിപ്ലൈയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ രാവിലെ തന്നെ കുട്ടികളൊക്കെ പോയി. അപ്പോൾ അതിന് ശേഷമായിട്ടോ ഞാൻ ചോറിന് ഒക്കെ നോക്കണത്, ചോറ് വയ്ക്കാനൊക്കെ നോക്കുന്നത്. അപ്പോൾ കഞ്ഞിക്കാലൊക്കെ നല്ല വെണ്ണീരൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി കഴുകിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ അന്ന് വെക്കണത് പിറ്റേ ദിവസമാണ് കഴുകുക. കാരണം കഞ്ഞിക്കാലം ഇപ്പോൾ രാത്രി നമ്മൾ വെച്ചു, പിറ്റേ ദിവസമാണ് കലം കഴുകിയിട്ട് വയ്ക്കുക. അപ്പം അങ്ങനെ എന്താ മരിച്ചു പോയവരൊക്കെ വന്ന് നോക്കുന്നു, അടുക്കളയിൽ കൂടെ ഒക്കെ വരുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു അന്ധവിശ്വാസം. നെഞ്ഞ് പോലും വരുന്നതല്ലേ അവിടെ കടന്നോട്ട് എഴുതി അവിടെ വയ്ക്കും, രാവിലെ കഴുകിയാൽ മതിയല്ലോ അങ്ങനെ. അപ്പം അങ്ങനെ വീതിനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കുകയാണ്. വെണ്ണീരൊക്കെ ഒന്ന് വാരി, അടുപ്പ് കുറച്ച് കേടന്നിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം. നിൽക്കട്ടെ. പിന്നെ വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ പിന്നെ ഒരു സുഖമാണല്ലോ അല്ലേ. ഓലക്കൊടി കുറച്ച് അധികം ഉണ്ട്, പക്ഷേ വിറകാണ് കുറവാണ്. ഈ മഴ ആയതുകൊണ്ട് മട്ടലിടുക ഉണങ്ങി കിട്ടൂല. എത്ര എങ്ങനെ ആക്കിയിടും കാര്യമില്ല, ഉണങ്ങിയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. പിന്നെ മേടിക്കണ വർഗ്ഗമൊക്കെ ആണ്, അതൊക്കെ പിന്നെ നല്ലോണം കത്തും. പക്ഷേ മേടിക്കൽ കുറവാണ്, അധികം ഇങ്ങനെ മട്ടലും അങ്ങനെയൊക്കെ തന്നെയാണ്. മട്ടൽ നല്ലോണം കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അധികം ഞങ്ങൾ ഗ്യാസിൽ തന്നെ വെക്കൽ, ചോറും പിന്നെ അതുപോലെ ദോശ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ വിറകടുപ്പിൽ വെക്കലുള്ളൂ കേട്ടോ. ഗ്യാസ് കഴിഞ്ഞാൽ വേഗം കൊണ്ടുവരും, വിറക് കൊണ്ടുവരില്ല. അപ്പം അങ്ങനെ പിന്നെ ഞാനങ്ങനെ അങ്കലവാടിയിട്ട് പോരുമ്പോൾ അങ്ങനെ ഓരോ പട്ടയും അതും ഇതൊക്കെ വലിച്ച് പിന്നെ ഞാൻ തന്നെ കൊണ്ടുവരും കേട്ടോ വിറകൊക്കെ. അവിടെ ഇങ്ങനെ വെറുതെ ചീഞ്ഞ് കിടക്കാവും പട്ടയും മട്ടലൊക്കെ. അപ്പം അതൊക്കെ ഇങ്ങനെ വെറുതെ കൊടുന്നാലും കുഴപ്പമൊന്നുമില്ല, ചീത്തയും കാര്യങ്ങളൊന്നും പറയൂല. വെറുതെ ചെതലടിച്ച് പോകണമെങ്കിലും നല്ലതല്ലേ വിറകായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അരി ഇട്ടിട്ടോ, റേഷൻ കടയത്തെ അരിയാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇഷ്ടം. ഈ മുതുമ്പൻ അരിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഈ റേഷൻ അരി കഴിച്ചാൽ സുഖമാണ് കേട്ടോ. അതിക്കൊരു മുരിങ്ങ താളിപ്പും അതുപോലെ ഒരു ഉണക്കമീനായാലും അതട് ഉഷാറാവും. മുതുമ്പൻ അരിയൊക്കെ ആണെങ്കിൽ സാമ്പാർ അങ്ങനെ നല്ല നല്ല കറികൾ, ചിക്കന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. ഇന്നിപ്പോൾ കറി മോശമൊന്നുമില്ല, മോര് കറിയാണ്. പക്ഷേ എനിക്കിനി എന്തായാലും ആ ഒരു താളനരി അതിനൊക്കൂലക്ക് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പം ഇന്ന് കുമ്പളങ്ങ കേട്ടോ, വെള്ളരിക്കല്ല കുമ്പളങ്ങക്കറിയാണ്. കുമ്പളങ്ങ മോരൊഴിച്ച് വയ്ക്കുകയാണ്. ഒരു ദിവസം ഒന്ന് വെള്ളരി അങ്ങനെ മോരൊഴിച്ച് വെച്ചു. അപ്പോൾ പിന്നെ എന്നും തൈരും കൊണ്ടുവരികയാണ്. തൈരോ അല്ലെങ്കിൽ കുമ്പളങ്ങ ഒരു വെള്ളരിക്ക ഉണ്ടാവും. അതിൽ ഞാൻ പറഞ്ഞു, ഈ നിർത്തിക്കളി തേങ്ങ കഴിഞ്ഞിട്ട് പറഞ്ഞു. തേങ്ങ വേണ്ടതിന്, തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല വിലയും. പിന്നെ അപ്പുറത്തെ തൊടിയിൽ കൂടെ ഇപ്പുറത്തെ തൊടിയിൽ കൂടെ പോയാൽ കിട്ടാനുമില്ല, തേങ്ങയില്ല. പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീട്ടിലുണ്ട് 2 തെങ്ങ്. അപ്പോൾ അതുമൊക്കെ ചാടുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ഒപ്പിച്ച് പോണ്. അപ്പോൾ തന്നെ നമ്മൾ ചോറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു നോക്കട്ടോ, വേവായിനോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവാണ്ട്, അപ്പോൾ ആയിട്ടില്ല. പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ഏട്ടനാണെങ്കിൽ പണിയേറി വരുമ്പോൾ നല്ല ചൂടുള്ള ചോറ്, ചൂടുള്ള കറി വേണം. കൈ പുള്ളാണെങ്കിൽ അത്രയും സന്തോഷം. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഒന്നായിട്ടാണ് ചോറ് വയ്ക്കുക. അപ്പം പിന്നെ മക്കളൊക്കെ മോനെ കൊണ്ടാക്കിയ ശേഷമാണ് ഞാൻ വയ്ക്കുക. 10 മണിക്ക് ശേഷമാണ് ഞാൻ ചോറൊക്കെ വയ്ക്കുക, ചോറും കറികളൊക്കെ വയ്ക്കുക. അപ്പം അങ്ങനെ ചോറായി, കറി നമ്മൾ അവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തേങ്ങ പൊളിക്കണം, തേങ്ങ പൊളിക്കട്ടെ. ഞാൻ 4 തേങ്ങ കിട്ടും, അതിൽ ഒരു തേങ്ങ എടുത്തു, ഇനി 3 തേങ്ങ. അപ്പം അങ്ങനെ ചോറും കറിയൊക്കെ റെഡി ആയി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് പരിപാടിയുണ്ട്. ഫുഡ് കഴിക്കുന്ന ഇടയിലാണ് പഞ്ചായത്തിൽ നിന്ന് ഹരിത കർമ്മസേന വന്നു. പിന്നെ ഓൽക്കുള്ള ആ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണം, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ. ഇവരിങ്ങനെ ഇത് കൊണ്ടുപോകുന്നതുകൊണ്ട് നല്ല കാര്യം കേട്ടോ. നമ്മൾ കത്തിക്കൊന്നും വേണ്ട, പൈസ കൊടുത്താൽ എന്താ കത്തിക്കണ്ടല്ലോ. മറ്റേത് കാരണമൊക്കെ കത്തിക്കുന്നു. അതൊക്കെ ഒന്ന് കുറയ്ക്കുക, ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. എത്ര ആയാലും നടക്കണില്ല. എന്നാലും ഞാൻ കടയ്ക്കൊക്കെ പോകുമ്പോൾ മഞ്ചേരിയൊക്കെ പോവുകയാണെങ്കിലും കൂടുതലും അങ്ങനെ മേടിക്കില്ല കേട്ടോ. ഒരു ബാഗ് കൊണ്ടുപോകും കേട്ടോ, ബാഗിലിട്ട് കൊണ്ടുവരും. പിന്നെ അടുത്ത പണി ഇതാണ് കേട്ടോ, ഈ കുറച്ച് പട്ടയും ഇതൊക്കെ ഉണ്ട്. മഴ പോട്ടെ എന്ന് കരുതിയിട്ട് പോണില്ല. ഇന്നൊരു ചെറിയൊരു തക്കം കിട്ടി. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കുകയാണ്. നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇനി വെട്ടിയിട്ടാൽ അവിടെ കടന്നോട്ടെ എന്ന് വെക്കാമല്ലോ. ഓലക്കൊടി ഒന്നും എടുക്കണില്ല കേട്ടോ, വിറക് മാത്രമേ എടുക്കണുള്ളൂ. ഓലക്കൊടി നല്ലോണം നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഓലക്കൊടീൻ്റെ ആവശ്യമല്ലാതല്ല, ഓലക്കൊടി ഒരു ലോഡുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓലക്കൊടി തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് വേറെയുണ്ട്. അങ്ങനെ ഓലക്കൊടി ഇഷ്ടം പോലെ ഉണ്ട്. വിറക്കിനാണ് കുറച്ച് പാട്. അപ്പം അങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കട്ടെ ഞാൻ.
ഇന്നിപ്പോൾ അങ്ങനെ പണിയെടുക്കാനൊന്നും വർക്കുണ്ടാക്കാനൊന്നും ആരെയും കിട്ടുന്നുണ്ടാവില്ല, അങ്ങനത്തെ കുട്ടികളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ പണിയെടുക്കണതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്. അല്ലാത്തത് ഞാൻ കഷ്ടപ്പെടുക അങ്ങനെയൊന്നല്ല കേട്ടോ. നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ നമ്മളെ വീട്ടിലെ അമ്മയൊക്കെ ഇങ്ങനെ വിറകിന് പോകുമ്പോൾ നമ്മളും തന്നെ ഇങ്ങനെ കൂടെ പോയി അങ്ങനെയൊക്കെ ശീലമായതാണ്. പിന്നെ അമ്മ എടുക്കണുണ്ട് അതേപോലെയൊക്കെ എടുത്തെടുത്ത് ശീലമായി. അപ്പോൾ ആ ഒരു സ്വഭാവം തന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ, അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ വീഡിയോക്ക് വേണ്ടി എടുത്തതാണ് അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലാതെ അതിലേറെ കൂടുതലൊന്നും ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും എൻ്റെ അടുത്ത് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ കുറച്ച് വിറക് ഉണ്ടായിരുന്നു ഉണങ്ങി, അങ്ങനെ അട്ടിമത്തെ കുറച്ച് വിറക് ഇങ്ങനെ കൊടുന്ന് അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുണ്ടാവില്ലേ, കമ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു. കാരണം എങ്ങനെയായാലും മട്ടലല്ലേ, ഉണങ്ങി കിട്ടൂല. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ഉണങ്ങുമല്ലോ. പിന്നെ വാരയ്ക്ക് വെക്കും, നമ്മൾ ചോറൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വാരയ്ക്ക് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വേഗം കത്തി പിടിക്കും. ഉണങ്ങിയതാണെങ്കിലും ഒരു തണുപ്പുണ്ടാവും. അപ്പം അങ്ങനെ ഇന്ന് ഒരു നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്, പഴുത്ത ചക്ക അറിയുണ്ടാവും ഞാൻ എല്ലാവരും കാണുമ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്ക കൊണ്ട് എന്താ വെച്ചാൽ അട ഉണ്ടാക്കാനാണ് പ്ലാൻ ഇടുന്നത്. അടല്ല, കുമ്പിളപ്പട്ടോ, കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെ മോഹിക്കണ്. ആ മോഹം നടപ്പാക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ, വിജയിക്കുമോ എന്നറിയില്ല കേട്ടോ. എന്നാലും ശ്രമിക്കുക. തോൽവിയും ജയമൊക്കെ പിന്നെ നമ്മൾ ശ്രമിച്ച് നോക്കുക, എന്നിട്ടല്ലേ. പാളിയാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൻ്റെ തൊടിയൊക്കെ എടുത്തിട്ട് എറിയുക, ആരും കാണാതെ എറിഞ്ഞാൽ മതി മെല്ലെ. ഞാനങ്ങനെ ചെയ്യാറ് കേട്ടോ. ആരും കാണാതെ എറിയും ഞാൻ. അങ്ങനെ ഇത്ര എറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ എറിഞ്ഞ് പിന്നൊക്കെ ശരിയായി വരൽ തുടങ്ങി. അതാണ് ശ്രമിക്കുക. തോറ്റാലും നമ്മൾ അത് ശ്രമിച്ചോണ്ടേ ഇരിക്കുക. തോൽക്കാൻ കുറേ തോറ്റിട്ടുണ്ട് കേട്ടോ, പരീക്ഷയിലൊക്കെ തോറ്റിട്ടുണ്ട്. പക്ഷേ പിന്നെ ശ്രമിക്കാൻ പോയിട്ടില്ല, പിന്നെ അവിടെ കിടക്കട്ടെ എഴുതി. അപ്പം അങ്ങനെ ചക്കൊക്കെ കുറേ തിന്നലും ചുളപ്പറിച്ച് തിന്നലും പിന്നെ ഒക്കെ കഴിഞ്ഞ് ബാക്കി പിന്നെ അങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്, ചുളപ്പറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരയ്ക്കണ്ടേ, മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. ഇനി പതിക്ക് കുറച്ച് ജീരകവും പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഒന്നിട്ട് റെഡിയാക്കി നിൽക്കുമ്പോൾ ഇതിനൊക്കെ ചക്കയും ജീരകമൊക്കെ തിന്നാൻ ആൾക്കാർ റെഡിയാണ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല, തൊടല്ലേ എടുക്കല്, എന്ത് പറഞ്ഞിട്ടെന്ത്. അപ്പം തന്നെ വരും പണിക്കാർ. അപ്പം ഞാൻ ഓനോട് ഏൽപ്പിച്ചു അളക്കാൻ. എനിക്കെന്തായാലും തരുന്നില്ലെന്ന് വെച്ചിട്ട് അളക്ക് കയറണം. പണ്ടാരി അല്ല ചേർന്ന് അളക്കട് കയറണം, ഫുള്ള് അളക്ക് കയറണം. അതിൽ പിന്നെ അളക്കിക്കൊണ്ടിരിക്കുകയാണ്. അളക്കട്ടട് ഓൽക്കും വേണ്ടേ പണി കൊടുക്കുക. മക്കളാണ് പെമ്മക്കളാണ് എന്നൊന്നും പറഞ്ഞ് നിന്നിട്ട് കാര്യമല്ല. പിന്നെ പണിയെടുക്കാൻ സമ്മതിക്കണില്ല. അയ്യോ വിടടാ കയ്യ്. എന്നിട്ട് പിന്നെ ഞാൻ ചീത്തൊക്കെ പറഞ്ഞ് കൈയൊക്കെ വിട്ടു. പിന്നെ കുയിന്തൊക്കെ കാട്ടി പോയി ബെഡിൽ പോയി കിടക്കുന്നു. അങ്ങനെ ഇങ്ങനെ പിന്നെ അവിടുന്ന് വന്നിട്ട് 4 തല്ലും കിട്ടിക്ക്. നോക്കിയിട്ട് കാര്യമില്ല, ഓലൊന്നും ഇപ്പോൾ ഇതിനെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. അങ്ങനെ നമ്മളെ ആ ഒരു കുമ്പിളപ്പത്തിലേക്കുള്ള ആ സംഭവ വികാസം റെഡി ആയിട്ടുണ്ട്. ആഹാ പഠിച്ചോനെ കാത്തോളി. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുമ്പിളപ്പം ഈ ഒരു ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അത് ആദ്യമായിട്ടാട്ടോ. നമ്മളെ കുമ്പിളപ്പത്തിൻ്റെ ആ ഇലല്ലേ, വഴനയില, അത് മടക്കിയിട്ട് റെഡിയായി കിട്ടണ്ടേ, എത്ര ആയിട്ടും റെഡി ആവണില്ല. എന്തായാലും അതവിടെ മടക്കി കളിക്കട്ടെ. നമുക്ക് കമൻറ്റ് ചോദിച്ചതെന്ന് വെച്ചാൽ ഏത് ഫോണാണ് വീഡിയോ എടുക്കുന്നത്, എന്താപ്പോൾ ഏതാണ് എഡിറ്റിംഗ് ആപ്പ് ഏതാണ്, അങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് സാധാ ഫോൺ തന്നെയാണ്, ഓപ്പോ A7 അതാണ് ഫോണ്. 1 വർഷം കഴിഞ്ഞു ഫോൺ എടുത്തിട്ട്. അപ്പോൾ വലിയ ഫോണൊന്നും കാര്യങ്ങളൊന്നും അല്ല, ചെറിയ സാധാരണ ഒരു ഫോൺ തന്നെയാണ്. പിന്നെ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ VN ഉണ്ട്, അതുപോലെ CapCut ഉണ്ട്. ഈ 2 സംഭവത്തിലാണ് ഞാൻ എഡിറ്റ് ചെയ്യണത്. YT ക്രിയേറ്ററും ഉണ്ട്, അതിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് പോലും അതിലാണ്. പക്ഷെ അതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്, നല്ല ഒരു ആപ്പല്ലാന്ന് അറിഞ്ഞതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇനി CapCutഉം അതുപോലെ VNഉം ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. CapCut നമ്മളെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ അതിനെന്തോ VPNഉം കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് സെറ്റാവും. അപ്പോൾ എന്തായാലും മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ കുമ്പിളപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അത് പറയാൻ കൂടിയില്ല. അപ്പോൾ
കുമ്പിളപ്പൊക്കെ ഏതായാലും മടക്കി ചുട്ട് സെറ്റായി. പിന്നെ എനിക്ക് ആ കമൻറ്റ് വന്ന ചാനലുകൾ ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ എൻ്റെ ഈ വ്ളോഗിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇടണോലൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇടുക. നമ്മളൊക്കെ എല്ലാവരും ഒരു തുണിയിലെ യാത്രക്കാരല്ലേ. എന്തെങ്കിലും നല്ല വിജയം ഉണ്ടാവണം നമുക്ക്. അതിനല്ലേ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വിജയിക്കും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും വീഡിയോ ഇടുക. വീഡിയോ എന്നും ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരു 2 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്താലും മതി. എന്നും വീഡിയോ ഇടണമെന്ന് ഒരു നിർബന്ധം യൂട്യൂബ് പറഞ്ഞിട്ടില്ല. യൂട്യൂബിന് വീഡിയോ വേണം. അത് 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഇടുന്നത് വെച്ചാൽ ആ ഒരു ഇതെന്നും പാലിച്ച് കൊണ്ടുപോകുക. അതായത് നമ്മളൊരു അത്യാവശ്യം നല്ലൊരു റീച്ചുള്ളൊരു ചാനലായി മാറുന്നത് വരെ ആ ഒരു ഇത് ഫോളോ ചെയ്ത് പോയാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോ എപ്പോൾ ഇട്ടാലും കാണാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ ഈ വളർന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നെ വേണം. അപ്പം ഞാൻ ചെയ്യണത് ഒരു വീഡിയോ ഇട്ട് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ ഞാൻ തെറ്റിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വിജയത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലേ, അതാണ് കേട്ടോ.